എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിലൂടെ എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ ആരും കേൾക്കാനും കാണാനും ഒന്നും നിൽക്കേണ്ട ഈ വീഡിയോ. അതായത് ഈ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേണു സുധിയെ തെറി വിളിച്ചുകൊണ്ട് ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട്. ആരാണോ എന്തോ ആ ഒരു അവതാരം പറയുന്ന കുറച്ച് അപരാധങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ആ ഒരു പറയുന്ന അവതാരത്തിന്റെ ആ ഒരു വോയിസ് കോൾ ഞാൻ ഇവിടെ കൊടുക്കാം. അത് നിങ്ങൾ കേൾക്കുക. അതിനുശേഷം ആ ഒരു സ്ത്രീ പറഞ്ഞതിന് ശേഷം എനിക്കും ചിലത് അവരോട് പറയാനുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അത് ആദ്യം കേട്ടിട്ട് വരാം. മീഡിയ അടക്കി ഭരിക്കുന്ന ഒരു രാജ്ഞി ഉണ്ടല്ലോ, ഒരു വേശികളുടെ രാജ്ഞി ഉണ്ടല്ലോ, ഏണോ പോയി കൊല്ല സുധീര വെപ്പ് ഉണ്ടാട്ടി. അവളെ കുറിച്ച് പറയാനായിട്ട് വിളിച്ചു. എൻ്റെ പൊന്നു പെങ്ങളെ, ഞാൻ എന്നെ കെട്ടിയെടുക്കാനെ കൊണ്ട് തന്നെ നേരം എടുത്തപ്പോഴത്തേക്ക് ഞാൻ ഈ ഫോൺ ഓപ്പൺ ആക്കിയപ്പോഴത്തേക്കും ഇൻസ്റ്റയിൽ വന്ന് കിടക്കുന്നു. ഇവളെല്ലാം നാക്കിട്ടെന്തോ ഗോഷ്ടി കാണിക്കുന്നു. സത്യം പറയാലോ, ഈ പണ്ട് എൻ്റെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. ഈ പശുവിനെ തലേന്നൊക്കെ കാടി ഒഴിച്ചു വെക്കും. അത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഈ എച്ചിലൊക്കെ ഈ അതിൻ്റെ വായുടെ ചുറ്റൊക്കെ പറ്റിപ്പിടിക്കുമ്പോൾ ഇത് നാക്കിട്ട് ഇത് കണക്ക് ഇങ്ങനെ ഈ എച്ചിൽ തുടച്ചെടുക്കുന്നൊരു ഇതുണ്ട്, പരിപാടിയുണ്ട്. ഞാൻ നോക്കിയപ്പോഴുണ്ട് ഈ വേശി കിടന്ന് ഇത് കണക്ക് കിടന്ന് കാണിക്കുവാണ്. ചുണ്ട് പൊട്ടിയിരിക്കുന്നു. ഇവിടെ ചുണ്ട് പൊട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ നാക്ക് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇതേ കിടക്ക് ചേഷ്ടകൾ കാണിക്കണം. ചേച്ചി ഇതിന്റെയൊക്കെ ഇത് എന്തോന്ന് ഇത് കാണുന്നവരെ സംബന്ധിച്ച് കൊടുക്കണമല്ലോ. സത്യം പറഞ്ഞാൽ കണ്ട അറപ്പ് തോന്നും, അറപ്പ്. ആ അമ്മാതിരി പരിപാടിയായി കാണിച്ചു വെക്കുന്നത്. ഇതൊക്കെ ഈ ലൈവിൽ വന്നിരുന്ന് ഇവളെ ചുണ്ടിൽ കടിക്കാനും ഇതിനൊക്കെ ഇതൊക്കെ കാണാനും ഉള്ള കോഴിക്കാരി കാണാനും ആളുണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ഇതിനേക്കാളും ഇവന്മാരെ കൊണ്ടുവന്ന് ആ ടാറിൽ അങ്ങോട്ട് ഉരച്ചൊക്കെ കളഞ്ഞൂടെ ഇവന്മാരെ ഇത് കാണുന്നത്. ഇതിനേക്കാളും എന്റെ ദൈവം ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് അറിയാമോ, ഈ പള്ളിയിലെ ഈ സ്ഥലവും കൊടുത്ത് അവിടെ ഒരു വീട് ഈ ഫിറോസ് അവരൊക്കെ ഈ വീട് വെച്ച് ഇവർക്ക് കൊടുത്ത് ഇവരൊന്നും ഈ ലൈവിലുള്ള ഒരു കാര്യങ്ങളും ഇത് ഈ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യണ ചാനൽ നോക്കണം ഇവരൊന്നും കാണില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർക്ക് അല്പമെങ്കിലും ഈ പള്ളിയിലെ ഈ ഫിറോസ് ആക്കി അല്പം ഒരു ഉളുപ്പുണ്ടെങ്കിൽ ഇവർക്ക് എന്തും പ്രതികരിക്കാതെ ഇവിടെ അവിടെ നടിച്ചിറക്കാനുള്ള നിയമ നടപടികൾ എടുക്കാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ പള്ളിയിലെ ഇയാൾക്കുണ്ടല്ലോ, അയാൾ ഈ ബ്രഹ്മചാരിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അയാൾക്ക് ഈ വീഡിയോ എടുത്ത് കൊടുക്കണം. സത്യം പറഞ്ഞാൽ അയാൾക്ക് ഈ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇയാൾ കൊടുത്ത പറമ്പിൽ ഇമാതിരി അനാവശ്യ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇയാൾ കണ്ണുകൂട്ടിയിരിക്കണം തോന്നി. ഞാൻ അങ്ങനെ ചോദിക്കുന്നത്, ഇയാൾ എന്തിനാണ് ഈ കണ്ണും കൂട്ടിയിരിക്കുന്നത്? ഇയാൾ ഒരു പള്ളിയിലച്ചനല്ലേ? ഇയാൾ പ്രതികരിക്കണ്ടേ? സത്യം തൊട്ടിപ്പുറത്ത് ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് അറിയാമോ, ഈ പള്ളിയിലച്ച് ഈ സ്ഥലവും കൊടുത്ത് അവിടെ ഒരു വീട് ഈ ഫിറോസും അവരൊക്കെ ഈ വീട് വെച്ച് ഇവക്ക് കൊടുത്ത് ഇവരൊന്നും ഈ ലൈവിലുള്ള ഒരു കാര്യങ്ങളും ഇത് ഈ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യണ ചാനലൊന്നും ഓപ്പൺ ആക്കുമ്പോൾ ഇവരൊന്നും കാണണില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർക്കൊക്കെ അല്പമെങ്കിലും ഈ പള്ളിയിലച്ഛന് ഈ ഫിറോസ് ആക്കിയൊക്കെ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇവർക്ക് എന്താണ് പ്രതികരിക്കാത്ത? ഇവിടെ അവിടെ നടിച്ചിറക്കാനുള്ള നിയമ നടപടികൾ എടുക്കാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ പള്ളിയിലച്ച് ഇയാൾക്കുണ്ടല്ലോ, അയാൾ ഈ ബ്രഹ്മചാരിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അയാൾക്ക് ഈ വീഡിയോ എടുത്ത് അങ്ങോട്ട് കൊടുക്കണം. സത്യം പറഞ്ഞേച്ചി അയാൾക്ക് ഈ വീഡിയോ എടുത്തിട്ട് കൊടുക്കണം. ഇയാൾ കൊടുത്ത പറമ്പിൽ ഇമാതിരി അനാവശ്യ കാര്യങ്ങൾ നടക്കുമ്പോഴത്തെ ഇയാൾ കണ്ണും പൂട്ടിയിരിക്കണം തോന്നി. ഞാൻ അതാണ് ചോദിക്കുന്നത്, ഇയാൾ എന്തിനാണ് ഈ കണ്ണും പൂട്ടിയിരിക്കുന്നത്? ഇയാൾ ഒരു പള്ളിയിലച്ചനല്ലേ? ഇയാൾക്ക് പ്രതികരിക്കണ്ടേ? സത്യം തൊട്ടിപ്പുറത്ത് ഇവളെ ഈ നാറിയുടെ വീട്ടിൽ തൊട്ടപ്പുറത്തെ റൂമിൽ ആര് കിടക്കുന്നു? തങ്കം കിടക്കുന്നത്. ഇവള് കാണിക്കണ ഈ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ റോക്കറ്റ് വിടണമെന്നുള്ളത് നമുക്കറിയാൻ പറ്റൂല ചേച്ചി. കാരണം ഈ ടീമുകൾ എങ്ങനെയാണ് അഴുക്ക ടീമുകളാണ്, അറിയാൻ പറ്റൂല. ഇവള് ഈ രേഷ്മ തങ്കച്ചൻ എന്ന് പറയണ്ടേ, ഇവള് ഈ തങ്കച്ചനുള്ളത് തന്നെയെന്നുള്ളൂ ഡൗട്ടാണ്. അതും ഒരു ഡൗട്ടാണ്. ആണെങ്കിൽ ഇവൾ ഇങ്ങനെ പറഞ്ഞു വിലക്കൂല. സ്വന്തം മക്കള് തെറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് തള്ളയും തന്തയും പറഞ്ഞു വിലക്കൂല. അപ്പൊ അങ്ങനെ പോലും പറഞ്ഞു വിലക്കാതിരിക്കണമെങ്കിൽ ഈ തങ്ക ഉണ്ടാക്കിയത് എന്നെയെന്ന് ഡൗട്ടുണ്ട് ചേച്ചി. ചേച്ചി ഒന്ന് ആലോചിക്കണം, ആ ഒരു സുധി മരിച്ചപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നാണ് ആ വീട് വെച്ചു കൊടുക്കുന്നത്. ഫിറോസ് അതിനൊരു ഒരു മീഡിയേറ്റർ ആയെന്നേ ഉള്ളൂ, മനസ്സിലായില്ലേ? ആ ഒരു ബ്രദർ ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്ന് ഇത് ഫിനാൻഷ്യലി എല്ലാവരും ഒക്കെ സപ്പോർട്ട് ചെയ്ത് ഈ വീട് വെച്ചു കൊടുക്കുക. വീട് മാത്രമാണെങ്കിൽ ഓക്കെ, അവിടെ കിടക്കണ ഫർണിച്ചർ, അവിടെ കിടക്കണ സകല കപ്പ്, അവക്ക് ആ ചിരവ കണക്കിരിക്കണ പല്ല് തേക്കാനുള്ള ബ്രഷ്, പേസ്റ്റ്, എന്തിനേറെ പറയണം, അവള് പീരീഡായ കോണാത്തിൽ പൊട്ടിച്ചു വെച്ച് ഉപയോഗിക്കാനുള്ള സ്റ്റേ ഫ്രീ വരെ ആൾക്കാർ വാങ്ങിച്ചു കൊടുത്ത്, അത് വരെ ഒട്ടിച്ചു വെച്ചാണ് ഇവള് നടന്നുകൊണ്ടിരുന്നത്. ആലോചിച്ച് നോക്കണം. അവള് ഇപ്പൊ കിടന്ന് കാണിക്കണ പരിപാടി ഒന്ന് ആലോചിക്കണേ ചേച്ചി.
ഒരു നക്കി തിന്നാൻ നല്ലിപ്പില്ലാത്ത സമയത്ത് ഇവള് ഒന്നുമല്ലാത്ത സമയത്ത് ഇവക്ക് ഇത്ര ഈ അഹങ്കാരവും ഇല്ല, ഒന്നുമില്ല. ഇപ്പം കുറച്ച് പൈസ കയ്യിൽ വന്നപ്പോഴത്തേക്ക് നാട്ടുകാർക്ക് കിടന്നേക്കാൻ നിവർത്തില്ലാത്ത ഇവള് തുണി അഴിച്ചിടുകയാണ്. തുണി അഴിച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല ചേച്ചി. ഈ അപരാധിയുടെ വീഡിയോ മാത്രമേ വരുന്നുള്ളൂ. ഈ അപരാധിയുടെ വീഡിയോ മാത്രമേ വരുന്നുള്ളൂ. ഇതൊന്ന് ആലോചിക്കുകയാണ്. അതവളെ മോന്ത കണ്ടുകൊടുത്താല. അയ്യോ എന്റെ പൊന്നെ, അവളെ മോന്ത കണ്ടുകൊടുത്തവളെ മൂക്കും തുറന്ന് അവളെ കാലിൻ്റെ ഇട വരെ കീറിയിരിക്കണ വായും തുറന്ന് ഓരോ പോസ്റ്റ് കാണിച്ചു കൊടുത്ത തുപ്പി വിട്ടെടുക്കാൻ തോന്നുന്നു. സത്യമാണ്. ഇതിവളെ കാണണത്, അയ്യോ ഇവളെ കാണണതേ അറപ്പാണ് കാണണത്. ഇവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ കുണ്ടന്മാര് തന്നെ. സത്യം ഇവ നേരായിട്ടുള്ള ആൾക്കാർ ഇവളെ സപ്പോർട്ട് ചെയ്യും. കുറെ കുണ്ടന്മാര് 9 ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇവള് ഇരുന്ന് അവർക്ക് കൊടുക്കുമായിരിക്കും. അതാണ് സപ്പോർട്ട് ചെയ്യണത്. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇവളാണെങ്കിൽ പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് പറയും എനിക്ക് നെഗറ്റീവ് കമന്റുകളാണ് ഇഷ്ടം. എന്നെ തെറി വിളിച്ചാലും എനിക്ക് ഇഷ്ടമാണ്, എന്നെ വെടിയെന്ന് വിളിച്ചാലും എനിക്ക് ഇഷ്ടമാണ്, എന്റെ തള്ളയ്ക്കും തന്തയ്ക്കും വിളിച്ചാലും ഇഷ്ടമാണ്, എനിക്ക് എല്ലാം ഇഷ്ടം തന്നെ. ഇഷ്ടമല്ലാത്തത് എന്താണ്? എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും തള്ളയ്ക്കും തന്തയ്ക്കും വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ വെടിയെന്ന് വിളിക്കുമ്പോഴോ ഇവള് അതിനെടുത്ത് റിയാക്ട് ചെയ്യും. അപ്പൊ ഇവക്ക് എത്ര തന്തയാണ്. അത് അങ്ക് മാത്രമൊന്നും ആയിരിക്കൂല ഇവളെ തന്ത. ഇത് ഇവള് മിക്സ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്സ്ഡ്, മനസ്സിലായ? ഈ തങ്കുന് മാത്രമുള്ളൂ. കാരണം പല സ്വഭാവങ്ങളും കാണിക്കുന്നത് പിന്നെ പല തന്തയ്ക്ക് തുറന്നുണ്ടല്ലേ. ഒറ്റ തന്തയ്ക്കുള്ളതാണെങ്കിൽ ഒരു പറയണ ഒരു വാക്കിനൊരു വിലയുണ്ട്. ഇവിടെ എന്നോട് പറയും ഇന്നതാണ്, ഇല്ല അങ്ങോട്ട് മാറി എന്നോട് പറയും അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞില്ല, എനിക്ക് ബോധമില്ല, പൊക്കണമില്ല, എനിക്ക് യാതൊന്നും ഇല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അവൾക്ക് എത്ര തന്തയുണ്ട്. അല്ല ഞാൻ ആലോചിക്കുന്നത് അവളെ അപ്പനും അമ്മയ്ക്കും ഇത്തിരിയെങ്കിലും നാണം ഉണ്ടാകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവൾ ഈ തുണി പൊക്കി കാണിച്ച് ഇവളുണ്ടാക്കണ പൈസ വാങ്ങിച്ച് ഈ തിന്നോണ്ട് കിടക്കണ ഈ തങ്കൂനും ആ പള്ളിക്കാരി ആ മൂത്തമ്മയ്ക്ക് എത്ര നാണം ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എത്ര നാണമുണ്ട്. ഇവർക്ക് ഇതിനേക്കാളും പോയി തെണ്ടി ജീവിച്ചൂടെ? ഭിക്ഷ എടുത്ത് ഇവർക്ക് ജീവിച്ചൂടെ? അതിന് പിന്നും ഉണ്ടല്ലോ വെച്ച് അന്തസ്. ഈ മോള് കൊണ്ടുവന്ന് ഇങ്ങനെ അപരാധിച്ചു കൊണ്ടുവന്ന പൈസ വാങ്ങിച്ച് തിന്നാനായിട്ട് ഈ തന്തയ്ക്കും തള്ളയ്ക്കും ഉളുപ്പുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉളുപ്പ്. ഒരു ചേച്ചി എന്ന് പറഞ്ഞ ഒരുത്തി ഉണ്ടല്ലോ, അവക്ക് ബോധമുണ്ട്, പൊക്കണമുണ്ട്. ഒരു ചേട്ടൻ ഇഞ്ചി നീരൊരുത്ത അവിടെ ഒരുത്തുണ്ടല്ലോ. ഇതൊന്നും കാണൂലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അച്ഛനും ഈ ചേട്ടനും കൂടെ ചേർന്ന് ഈ ലൈവില് പറഞ്ഞ ഇവളെ തൊടയും ഇവളെ ക്രീം ഇടക്കോ ഇവളെ ചാല് കാണിപ്പും ഇവളെ ചുണ്ട് കെടുപ്പും അപ്പുറത്തെ കാണിപ്പും കാരണം ഇവര് അപ്പുറത്തെ റൂമിൽ പോയി റോക്കറ്റ് വിടും. ഇതാണ് നടക്കുന്നത്. കാരണം ഇവരെ പാരമ്പര്യം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവളൊരിക്കൽ മീഡിയക്കാരുടെ മുമ്പിൽ ഒന്ന് അവന്മാരെന്തോ ചോദിക്കുന്നത് വടയെ കുറിച്ച്. ചേച്ചി ഒന്ന് ആലോചിക്കണേ, ഇവള് ഈ സമൂഹത്തിന് കൊടുക്കണ മെസ്സേജ് എന്തുവാണ് ചേച്ചി? ഇവള് ഭയങ്കര സെലിബ്രിറ്റി ആണല്ലോ. ബിഗ് ബോസിൽ പോയി അവിടെ പോയി ഇവിടെ പോയി ഏതാ കാലിൻ്റെ ഇടയിലൊക്കെ പോയി നിരങ്ങിട്ട് വന്നവള്. അവള് സെലിബ്രിറ്റി. അവള് ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ആ മീഡിയക്കാര് ചോദിച്ച് വടയെ കുറിച്ച്, എന്റെ വട ചെറുതല്ലേ? അപ്പൊ ഇവള് ഈ വെടി ഈ രേഷ്മ തങ്കച്ചൻ എന്ന് പറഞ്ഞ ഈ വെടി ഈ വലുതായി വരുന്ന തലമുറയ്ക്ക് ഒരു ഭീഷണിയല്ലേ എന്ന് ചേച്ചി ഒന്ന് ചിന്തിച്ചു നോക്കിയാണ്. ഒന്ന് ചിന്തിച്ചു ചേച്ചി. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്കറിയാമോ ഈ വട എന്തരാണ്? നമുക്കറിയാമോ ചേച്ചി? അപ്പൊ ഈ കൊച്ചുങ്ങള് ഇപ്പൊ വലുതായി പറഞ്ഞ ഈ കൊച്ചുങ്ങളൊക്കെ ഇത് കേൾക്കുമ്പോഴത്തേക്കുള്ള അവസ്ഥ അവര് മനസ്സിലാക്കൂല ഈ കാര്യങ്ങള്. അപ്പൊ ഇവള് നമ്മുടെ സമൂഹത്തിന് ഈ രേഷ്മ തങ്കച്ചൻ എന്ന് പറയണ ഇവള് ഒരു വിപത്താണ്. ഒരു സത്യം പറഞ്ഞൊരു വിപത്താണ്. ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ് ഈ രേഷ്മ തങ്കച്ചൻ അവളുടെ അടുത്ത് ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, എടി നിന്റെ വട ചെറുതെന്ന് പറഞ്ഞ് എന്നാ നിന്റെ താഴെ ഇരിക്കണ സാമാനം അതെനക്ക് ചെറുത് തന്നെ. നീഗ്രകൾക്കും ഇവർക്കും ഫിലിപ്പീൻസിനും അവിടെ ഇവിടെയും കൊണ്ടുവന്ന് കൊടുത്ത് നീ അപ്പക്കച്ചവടം നടത്തി നീ ഇന്നും ഇന്നലെയും തുടങ്ങിയ അപ്പക്കച്ചവടം അല്ല കേട്ടാടി. നീ ഇന്നും ഇന്നലെയും തുടങ്ങിയ അപ്പക്കച്ചവടം ഞാൻ വെല്ലുവിളിക്കണ് നിന്റെ അടുത്ത്. ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കണം, നീ ഇന്നും ഇന്നലെ തുടങ്ങിയ അപ്പക്കച്ചവടം അല്ല. നീ സുധീര കൂടെ ഇരുന്നപ്പോഴും ഈ അപ്പക്കച്ചവടം തന്നെയാണ്, അതിന് മുന്നമേ അപ്പക്കച്ചവടം തന്നെയായിരുന്നു, അയാൾ മരിച്ചതിന് ശേഷം അപ്പക്കച്ചവടം തന്നെയാണ്, ഇപ്പോഴും അപ്പക്കച്ചവടം തന്നെയാണ്. അപ്പോൾ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ രേഷ്മ എന്ന് പറയുന്ന ഈ പരമചെറ്റ പട്ടിച്ചീരുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, എടി നിന്റെ അപ്പം ചെറുതാണോ?
ചെറുതാണോ ഈ നീഗ്രകൾക്കും ഫിലിപ്പീൻസിനും കൊടുക്കുന്ന നിന്റെ അപ്പം ചെറുതാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നീ ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നിന്റെ മോന് നീ ഒരു നല്ലൊരു അമ്മയാണോ? നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒരു നല്ലൊരു മകളാണോ? നീ ഒന്ന് ആത്മപരിശോധന നടത്തുന്ന നിനക്ക് കെൽപ്പുണ്ടാടി? നിനക്ക് കെൽപ്പുണ്ടാ? നീ സുധീര കൂടെ ജീവിച്ചിരുന്നപ്പോഴത്തേക്ക് നീ നല്ലൊരു ഭാര്യയായിരുന്നോടി അവന്? ആയിരുന്നു? നിനക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ നിനക്ക് പറ്റുമോ നീ എങ്ങനത്തവളാണെന്ന്? അപ്പൊ നീ നമ്മുടെ സമൂഹത്തിന് നീ ഒരു വിപത്താണ്. മനസ്സിലായ? നമ്മളെല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിന്റെ ഈ അഴിഞ്ഞാട്ടം അവസാനിപ്പിച്ചേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ഫോൺ തുറക്കണം, ഇവിടെ നെറ്റ് ഓൺ ആക്കി ഉടനെ നിന്റെ ഗൊറില്ല മോന്ത കണ്ട് ഓരോ ദിവസം നിന്റെ ഗൊറില്ല മോന്തയും നിന്റെ അഴിഞ്ഞാട്ടവും കണ്ടുകണ്ട് നമ്മളെ ക്ഷമ നശിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസം നമ്മൾ വിലപ്പെട്ട സമയങ്ങളാണ് നശിച്ചു പോകുന്നത്, അറിയാമോ? ഇവള് പറയുന്നതാണ് സബ്സ്ക്രിപ്ഷൻ എടുത്ത് കിട്ടണ പൈസ കൊണ്ടുവന്ന് ഇവള് പാവപ്പെട്ടവർക്ക് കൊടുക്കുമെന്ന്. കടം വാങ്ങിച്ചേ വീട്ടിൽ വേവിക്കാതെ അപ്പം തിന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. ഹോട്ടൽ ഫുഡേ ഇറങ്ങുള്ളൂ അവർക്ക്. ഹോട്ടൽ ഫുഡിൽ തിന്നിട്ട് ആളെ ഓമ്പിച്ച് ജീവിച്ച അവരാധീനങ്ങള് അവനും കണക്കി തന്നെ. ഈ കൊല്ലം സുധി എന്ന് പറയുന്ന അങ്ങേരും കണക്കി തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നാൽ ഈ പൈസ ഇങ്ങോട്ട് കടം വാങ്ങിയപ്പോഴത്തേക്ക് അവരത് കൊടുക്കണമെന്നില്ലായിരുന്നല്ലോ. ആലോചിച്ച് നോക്കി ചേച്ചി, അവനത് കൊടുക്കണമെന്നില്ലായിരുന്നല്ലോ. അപ്പൊ ഇതെല്ലാം വാങ്ങിച്ച് കൂട്ടി വാടകയ്ക്ക് താമസിച്ച വാടക പൈസ കൊടുക്കൂല. ആൾക്കാരെന്ന് വെച്ചാൽ തൊഴിലുറപ്പിനും അതിനും ജോലി ചെയ്ത് വെച്ചിരുന്ന പൈസ ഇവള് ഇവനും കൂടെ ചെന്ന് കരഞ്ഞ് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അവർക്ക് പൈസ കൊടുക്കൂല. പിന്നെ ഒരു സുധീര കണക്കിരിക്കണ ഒരുത്തനുമായിട്ട് സല്ലപിച്ച് അവനെ കുറെ മൂഞ്ചിച്ച്. അങ്ങനെ എത്ര ആൾക്കാരെ നമ്മൾ മൂഞ്ചിച്ച്. ഈ പൈസകളൊന്നും അവള് കൊടുക്കൂല. അവൾക്ക് കാലിൻ്റെ വൃത്തിയാക്കണം, അവൾക്ക് മുഖം വൃത്തിയാക്കണം, അവൾ വെളുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഇത്രയും കടങ്ങൾ കിടക്കണം. ആ കടങ്ങൾ തീർത്തിട്ട് നീ ഇതേണക്ക് ചെയ്താൽ അതിന് ആൾക്കാർ ഒന്നും പറയത്തില്ല. നീ ഇത് കൊടുക്കാതെ നീ വേദനകളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് നിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ഓരോ മലയാളികൾക്കും മനസ്സിലായ എടി. ഞാൻ ഇവിടെ തന്നെ ചേച്ചി പറയുന്നത്, ചേച്ചി ഇത് പബ്ലിക്കിലിട്ടോ. ഞാൻ ഇവിടെ തന്നെ ചോദിക്കുന്നത്, ഒരു കുറെ കുണച്ച വീഡിയോയിൽ ഇവൾ അഭിനയിക്കാൻ അറിയാമെങ്കിൽ കുഴപ്പമില്ല, അഭിനയിക്കാൻ. ഇവളിടുന്ന വീഡിയോ അല്ല ഞാൻ ചോദിക്കുന്നത്, ഇവൾ അഭിനയിച്ച വീഡിയോ ഇവൾ കാണത്തില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു വീഡിയോയിൽ തന്നെ പഞ്ചായത്ത് മെമ്പർ ഏതാ ഒരു തേങ്ങയായിട്ട് ഇവൾ അഭിനയിച്ച ആ തിട്ടപ്പുറത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ കുത്തിവെച്ചിട്ട് ഇരിക്കണ ഒരു രംഗമുണ്ട്. ആ രംഗം കണ്ട് കൊടുത്തവർക്ക് എന്റെ ഈശ്വരോ പണ്ടത്തെ മറ്റേ ഇല്ല ഈ ഹിപ്പോപ്പൊട്ടാമസ് അല്ലല്ലോ മറ്റേ മരയോന്ത് തിണ്ണയിൽ രണ്ട് കൈയും കുത്തി ഇങ്ങനെ ഇരിക്കുന്ന കണക്കുണ്ടാവും. അവളെ മോന്തയൊക്കെ കണ്ടു കൊടുത്ത് എന്റെ പൊന്നോ, അതേ കണക്കാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ 5 പൈസയ്ക്ക് അഭിനയിക്കാൻ കൊള്ളൂല. എന്തെങ്കിലും റീൽസാ കാര്യങ്ങളിട്ട് എന്റെ പൊന്നോ അതിൽ കെട്ടിപ്പിടുത്തും നോക്കും. ഇതുമല്ലാതെ പിന്നെ അഭിനയിക്കുന്നതാണ് ഇവൾ എന്താണ് അഭിനയിക്കുന്നത്? ഇവർക്ക് അതിന് പറ്റൂല. അവർക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. ഇവർക്ക് എന്താണ് അറിയാന്നുള്ളത് ഇവർക്ക് കിടന്നു കൊടുക്കാൻ മാത്രമേ ഇവർക്ക് അറിയാവൂ. ഇവർക്ക് അതേ അറിയാവൂ. ഇവളെ പഠിച്ചത് ഇവളെ വീട്ടിൽ അച്ഛനും അമ്മയും പഠിപ്പിച്ചു കൊടുത്തതും ഇങ്ങനെ കിടന്ന പൈസ ഉണ്ടാക്കി കൊണ്ടുപോവാ നമ്മൾ തിന്നാ. നീ കിടന്ന് നീ എവിടെയോ ടൈമിൽ പോവേ, നീ ബഹറിൽ പോവേ, നീ ദുബായിൽ പോവേ, നീ എവിടെയോ പോയിട്ട് നീ അവരാധിച്ചുണ്ടെങ്കിൽ നീ 2 കൈ നീട്ടി എയർപോർട്ടിൽ അച്ഛനും അമ്മയൊക്കെ വന്ന് നിൽക്കുന്ന കാണാം. മോൾ അവരാധിച്ചിട്ട് ഇനി കയറി ക്ഷീണിച്ച് ചത്തുകുത്തി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും സെലിബ്രേറ്റ് ചെയ്യാൻ വരവേൽക്കാനായിട്ട് വന്ന് നിൽക്കുന്ന നാണം ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കണം. നാണം ഈ അച്ഛനും അമ്മയ്ക്കും ഈ സഹോദരിയുടെ ഭർത്താവ് എഞ്ചിനീയറിനും നാണമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നാണമുണ്ടോ? നിങ്ങൾ ഏത് കൊണാണ്ടറിലെ ആൾക്കാരാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിൽ സത്യം പറഞ്ഞ ലോട്ടറി അടിച്ചിരിക്കുന്നത് മറ്റേ ബിനുവിനാണ്. സത്യം ചേച്ചി, ബിനുവിനാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത്. കാരണം ഈ മാരണം തലേന്ന് പോയിട്ട് പുള്ളിക്കാരുണ്ടല്ലോ ബമ്പറാണ് അടിച്ചിരിക്കുന്നത്. ബമ്പർ അങ്ങനെ കൂടെ ഇരുന്ന് ഈ പോക്കത്തരം കാണിച്ചിട്ട് ആ മനുഷ്യന്റെ അവസ്ഥ ആലോചിക്കുകയാണ്. അപ്പൊ ഇവള് ആലോചിച്ചോക്കണം. ഇവള് ആ മനുഷ്യന്റെ അടുത്ത് ഇരുന്നിട്ടാണ് ഇവള് അവിടെ നിന്ന് ചാടി പൊങ്ങിച്ചാടി ഈ സുധീര മണ്ടയിൽ വന്ന് കയറിയത്. അപ്പൊ ഇവളെ റേഞ്ച് എന്തോ ആണെന്ന് ആലോചിച്ചോക്കണം. ഇവളെ റേഞ്ച് എന്തോ ആണെന്നുള്ളത്. ഇവൾ അന്നേ വരാതിയാണ്. നമുക്ക് അപരാധിക്കണം എന്നുള്ളൊരു ചിന്തയല്ലാതെ നമുക്ക് വേറെ ഒരു ചിന്ത അവക്കില്ല. അവൾക്ക് ഇത് ചെയ്യണം. ഇവർക്ക് ഇങ്ങനെ അപരാധിച്ചുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഇവക്കുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ സുധിയുടെ മരണമാണ് ഇവളെ ഭാഗ്യമാണ്. സുധി മരിച്ചത് ഇവക്കൊരു ലോട്ട് കാണിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഇവ മരിച്ചപ്പോഴത്തേക്ക് ഇവ ഭയങ്കര ബുദ്ധിശാലിയാണ്. ഇവള് ആ മരിച്ച സമയത്ത് തന്നെ ഇവൾ ആ ക്യാമറയിലൊക്കെ നോക്കുന്ന ആ രംഗങ്ങളുണ്ട് ചെന്ന് കറക്റ്റ് നമ്മൾ തിരിച്ചറിയാൻ പറ്റും. ഇവൾ ആ ക്യാമറയിൽ നോക്കി ഇവളെ ഭയങ്കര വിഷമം ഒന്ന് കാണിക്കാനായിട്ട് ഇവള് ക്യാമറയിൽ നോക്കി അഭിനയിച്ച ആ രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇതിൽ വെച്ച് ഈ ആൾക്കാർ മനസ്സിലാക്കണമെന്ന് ഇവളെ മനസ്സിലായില്ല. എന്നിട്ട് ആ ഒരു ലക്ഷ്മി നക്ഷത്രം പോയി ഇവളെ പൊക്കിയെടുക്കാനായിട്ട് പോയിരിക്കണം. അയ്യോ എനിക്ക് സുധിച്ചേട്ടന്റെ വിയർപ്പിന്റെ മണം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇവള് ഈ ലങ്ങേരി ഇട്ട് ഉടുപ്പും പൊക്കി പിടിച്ച് ഉടുപ്പും പാൻറ്റും എന്തൊക്കെ ഉണ്ടല്ലോ അതും പൊക്കി പിടിച്ച് ദുബായിൽ പോയിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെ നിന്ന് ഒരു സ്പ്രേ ഉണ്ടോന്ന് ഇവക്ക് കൊടുത്തിരിക്കണം. അപ്പൊ അവൾ പറഞ്ഞു ഇവർക്ക് ഇത് വീഡിയോ ആക്കണം. കാരണം ഇവക്ക് പബ്ലിസിറ്റി വേണം. ഉടനെ അതിന്റെ വീഡിയോ ആണോ കുണി ഫേമസ് ആയി. ഈ വിയർപ്പിന്റെ സ്പ്രേ എവിടെ നിന്നും ഉണ്ടെന്ന് ദുബായിൽ നിന്ന്. ആ ദുബായിൽ ഇവിടെ പോയി അവരാധിക്കാൻ കിടന്നു പറഞ്ഞുള്ള അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയാൽ വെച്ച് നാട്ടിൽ പോയി സുധിച്ചേട്ടന്റെ സ്പ്രേ ഉണ്ടാക്കി അതേ നാട്ടിൽ പോയി ബെബിച്ചിരിക്കാൻ കിടന്ന അവരാധിയുടെ അവസ്ഥയെന്ന് ആലോചിക്കുകയാണ്. അപ്പൊ ഇവള് ഏത് ടൈപ്പാണ്? ഇപ്പോഴും ഇവളെ സൈഡ് പിടിക്കുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും പിടിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എനിക്ക് പറയാനുള്ളത് അവരൊക്കെ ഇവൾ അതേ റേഞ്ചുള്ളവരാണ്. സത്യം
അരിയാഹാരം കഴിക്കുന്ന ഓരോ വ്യക്തികളും, കേരളത്തിൽ കിടക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം ഇവൾ എങ്ങനത്തെ ആണെന്നുള്ളത്. ഞാൻ പറഞ്ഞ ചേച്ചി, ഇവളെ പൂട്ടിക്കണം. ഇവളെ ഈ അഴിഞ്ഞാട്ടം, പൂട്ടിച്ചേ പറ്റും. കാരണം വെച്ചാൽ ചേച്ചി, നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. റീൽസ്, ഇവളെ ഈ പറട്ട് നോണ്ട, ഇവള് പറയുന്നത് തമന്നയാണെന്ന് കേട്ടോണ്ടല്ലോ. തൂർ വരി അറിയും. സത്യമായിട്ട് ഞാൻ പറയുന്നത് ചെയ്യാം, തമന്നത് കേട്ടാൽ തൂർ വരിക. അമ്മാതിരിയാണ് ഇവളെ മോന്ത ഇരിക്കുന്നത്. തമന്നയാണ് നമ്മള്. ഇതൊക്കെ ആര് പടച്ചുവിടുന്നത്? ഇതാരൊക്കെ പടച്ചുവിടുന്നത്? ഞാൻ അല്ലെങ്കിൽ ഇവൾ കണ്ണാടി നോക്കൂല എന്തോ. ഇവളെ മോന്ത എങ്ങനെ ഇവള് ചിരിച്ചാ പല്ലൊക്കെ എന്റെ പൊന്നോളെ വായുണ്ടല്ലോ, വായി എവിടെ വരെ കയറി കിടക്കുക, താഴെ വരെ കയറി കിടക്കാനുള്ള ഭാ. ഇപ്പൊ കുറെ വീട്ടിലിരിക്കുന്നു. അകയ്ക്ക് കൊള്ളില്ല. വകയ്ക്ക് ബോഡി ഷേമിങ് തന്നെയാണ്. കാരണം ഇതിന് ബോഡി ഷേമിങ് തന്നെ വിചാരിച്ചാലും കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സ്ത്രീ നീണ്ട ഒരു വോയിസ് കോൾ തന്നെയായിരുന്നു. ശരിക്കും അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ചത്തു കിടക്കുന്ന ആളുകളും എഴുന്നേറ്റ് ചെന്ന് ചെകിടത്തൊരെണ്ണം കൊടുക്കും. ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ശരിക്കും എനിക്ക് അവരോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ ഒരു സ്ത്രീ ആരാണെന്നോ ഏതാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു രേണുസുതി എന്ന് പറയുന്ന സ്ത്രീയെ മാത്രമേ നിങ്ങൾ ഇതുപോലെ കുത്സിതങ്ങൾ കാണിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ കണ്ടിട്ടുള്ളൂ. വേറെ ആരെയും നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓണാക്കുക. എന്നിട്ട് നിങ്ങൾ അതിനകത്ത് വരുന്ന റീൽസുകളൊക്കെ എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ തന്നെ നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന സെലിബ്രിറ്റികൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ പെണ്ണുങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യാറുണ്ടെന്ന്. അത് സെലിബ്രിറ്റികളായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ. ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി രേണുസുതിയൊന്നും അല്ല. രേണുസുതിയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. രേണുസുതി ചെയ്യുന്നതും തെണ്ടിത്തരം തന്നെയാണ്, ചെറ്റത്തരം തന്നെയാണ്, തന്തയില്ലാത്ത തരം തന്നെയാണ് ചെയ്യുന്നത്. കാരണം കൊച്ചുകുട്ടികൾ വരെ വഴി തെറ്റിപ്പോകുന്ന ഒരു എന്താ പറയുന്നത്, ഒരു വൃത്തികെട്ട പരിപാടി തന്നെയാണ് ഈ സബ്സ്ക്രിപ്ഷനും മെമ്പർഷിപ്പും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ജോലി ചെയ്ത് അവരവരുടെ കുടുംബം നോക്കാനുള്ള പൈസ ഇതുപോലെയുള്ള തെണ്ടി പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന കുറച്ചധികം ചെറ്റ ആണുങ്ങളെ കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അതുകൂടി പറയുകയാണ്, സ്വന്തം ഭാര്യയ്ക്കും കുടുംബത്തിനും തിന്നാൻ കൊടുക്കാനുള്ളത് എടുത്തു വെച്ചിട്ട് ഇതുപോലെയുള്ള കുറച്ച് അപരാധം പിടിച്ച അപരാധികൾക്ക് കൊടുത്തിട്ട് അവളുമാർ കാണിക്കുന്ന ഗോഷ്ഠികളും കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വാഴകളെ എന്ത് പറയാനാണ്? ഒന്നും പറയാനില്ല. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുതരം മനോരോഗമാണ്, അല്ലെങ്കിൽ മനോവൈകല്യമാണ്. ഇതിനൊക്കെ വേണ്ടുന്നത് പത്തലും കമ്പ് കൊണ്ടുള്ള നല്ലൊരു ചികിത്സയാണ് എന്ന് എടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഇത്രയും മനോഹരമായിട്ട് ഒരു വോയിസ് കോൾ സമ്മാനിച്ച ആ ഒരു സഹോദരിയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു വ്യക്തിയെ ഇത്രയധികം ബോഡി ഷേമിങ് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ നാണമില്ലേ? നിങ്ങൾക്ക് എല്ലാം തികഞ്ഞ സ്ത്രീയാണോ? നിങ്ങളുടെ ശരീരഭാഗങ്ങളെല്ലാം കാണാൻ അത്രയ്ക്ക് അടിപൊളിയാണോ? നിങ്ങൾ എന്തൊരർത്ഥത്തിലാണ് ഈ ഒരു സ്ത്രീയെ ഇത്രയധികം ബോഡി ഷേമിങ് ചെയ്ത് സംസാരിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ആരെയും ബോഡി ഷേമിങ് ചെയ്ത് സംസാരിക്കാൻ ആർക്കും അവകാശമില്ല. നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് ഈ സ്ത്രീയെ ഇത്രയധികം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്രയധികം പച്ചയ്ക്ക് ഇവരെ ബോഡി ഷേമിങ് ചെയ്യാനായിട്ട്? നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു വോയിസ് കോൾ ലീക്ക് ആവുമെന്ന്. ഈ ഒരു വോയിസ് കോൾ പബ്ലിക്കിൽ ഇടാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ നിങ്ങൾ കൊടുത്തത്? അപ്പോൾ ഇത്രയും വൃത്തികേടുകൾ വിളിച്ച് പറയുന്ന നിങ്ങളെ എന്താണ് പറയേണ്ടത്? നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത്? നിങ്ങളുടെ ക്വാളിറ്റിയാണ് നിങ്ങൾ പറയുന്ന ഈ ഓരോ വാചകങ്ങളിലും ഉണ്ടായിരുന്നത്. ശരിക്കും ഈ പറഞ്ഞത് ഇപ്പോ നമുക്കറിയാം KKയുടെ മകള് ഇപ്പോ ഹൻസികയുടെയൊക്കെ ഇതുപോലെ ന്യൂഡായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇപ്പൊ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ആ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ പറയാനായിട്ട്? നിങ്ങൾക്ക് അതിനുള്ള തന്റെ ഇടമുണ്ടോ? ഇപ്പോ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇതുപോലെയുള്ള മെമ്പർഷിപ്പ് ആയാലും ഇതുപോലെയൊക്കെയുള്ള കുത്സിതങ്ങൾ കാണിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ പറയാൻ സാധിക്കുമോ? അപ്പൊ ഈ സ്ത്രീയെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരതിന് നടപടിയുമായിട്ട് മുന്നോട്ട് ഒരിക്കലും വരില്ല എന്നുള്ള ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് എല്ലാവരും ഇതുപോലെ വന്നിരുന്ന് ഇവരെ തന്നെ ഇങ്ങനെ പറയുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് പറയുമ്പോൾ നിങ്ങളിൽ പലരും പറയുമായിരിക്കാം, ഞാൻ ഇവരെ വെളുപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നുവെന്ന്. എനിക്ക് ആരെയും വെളുപ്പിക്കേണ്ടേയും കറുപ്പിക്കേണ്ടേന്നും ഒരു ആവശ്യവും ഇല്ല. എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാനത് പറയുക തന്നെ ചെയ്യും. എന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യങ്ങളെയും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. അത് ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടായാലും. ശരിക്കും ഇത് വളരെ മോശമായി പോയി എന്നേ പറയാനുള്ളൂ. നിങ്ങൾ എന്തൊക്കെ വൃത്തികേടുകളാണ് ആ ഒരു സ്ത്രീയുടെ ശരീര അവയവങ്ങളെ പറ്റിയിട്ട് പറയുന്നത്? നിങ്ങൾ എന്താ പെർഫെക്റ്റ് ആണോ? നിങ്ങൾ എന്താ നമ്പർ 1 ആണോ? നിങ്ങളിങ്ങനെ അവരെ ഇത്രയധികം മോശമായിട്ട് ഇത്രയധികം മ്ലേച്ഛമായ രീതിയിൽ സംസാരിക്കാനായിട്ട് നിങ്ങളെല്ലാം തികഞ്ഞ സ്ത്രീയാണോ? നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത്? നിങ്ങളുടെ ക്വാളിറ്റിയാണ് നിങ്ങൾ ഈ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങളൊരു ക്വാളിറ്റിയുള്ള സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊരു ക്വാളിറ്റിയുള്ള സ്ത്രീ ആണെങ്കിൽ പബ്ലിക്കിൽ വന്നിട്ട് ഇത്തരം അപരാധങ്ങൾ വിളിച്ച് പറയില്ലായിരുന്നു. അതും ഒരു സ്ത്രീയുടെ ശരീരഭാഗങ്ങളെ പറ്റിയിട്ട് ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ നിങ്ങൾ സംസാരിക്കില്ലായിരുന്നു. എന്തായാലും വളരെ മോശമായി പോയി.
വളരെ വളരെ മോശമായി പോയി എന്നേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള കുറച്ച് അധികം വാണക്കുറ്റികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലെ മറ്റുള്ളവരെ എന്തും പറയാമെന്നുള്ള ധൈര്യത്തിൽ ശരിക്കും രേണുസുധിയെ ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പറയുന്നത്. മറ്റാരെങ്കിലും കുറിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ തീർച്ചയായും അവർ നിയമസഹായം തേടുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ ഒരു സ്ത്രീ അങ്ങനെയൊന്നും മുന്നോട്ട് വരില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് കണ്ട അണ്ടനും അടകോടനും ഒക്കെ വന്നിട്ട് ഇത്തരത്തിൽ വിളിച്ച് പറയാനായിട്ട് ധൈര്യപ്പെടുന്നത്. ശരിക്കും നിങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ തെളിവ് വെച്ച് സംസാരിക്കണം. എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമല്ല. നിങ്ങൾ തെളിവ് വെച്ച് നിങ്ങളുടെ പേര്, നിങ്ങളുടെ മുഖം കാണിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ? നിങ്ങൾ ഒരു ലൈവിൽ വന്നിട്ട് സംസാരിക്കുന്നതല്ലേ കുറച്ചുകൂടി നല്ല കാര്യം. എവിടെയെങ്കിലും മറിഞ്ഞിരുന്നിട്ട് നിങ്ങളുടെ വോയിസ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അത് എത്രത്തോളം ശരിയാണെന്ന് നമ്മൾ എങ്ങനെയാ വിശ്വസിക്കുക? നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിക്കൂ. നിങ്ങളൊരു ലൈവിൽ വന്നിട്ട് സംസാരിക്കൂ. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മറിഞ്ഞിരുന്നിട്ട് എന്തും പറയാൻ ആർക്കും ആവും. അതേസമയം നേരിട്ട് വന്ന് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് വിശ്വസിക്കാം. അപ്പോൾ എന്തായാലും പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു ക്വാളിറ്റിയുള്ള സ്ത്രീയല്ല. നിങ്ങളൊരു ക്വാളിറ്റിയുള്ള സ്ത്രീ ആണെങ്കിൽ, അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത്രയും വൃത്തികേടുകൾ പറയില്ല. നിങ്ങൾ ഒന്നുമില്ലെങ്കിലും ഇവർ ഇത്രയും മോശമായ രീതിയിൽ ഇപ്പോൾ ദുബായിൽ വന്നു കഴിഞ്ഞാൽ അവർ അത്രയും മോശമായ രീതിയിലാണ് കഴിയുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തതയുണ്ടെങ്കിൽ നിങ്ങളത് നേരെ നിങ്ങളുടെ ഫേസ് കാണിച്ച് വന്നിട്ട് പറയണമായിരുന്നു. അല്ലാതെ ഒരു വോയിസ് ഇട്ടിട്ട് ആളും ഇല്ല, പേരും ഇല്ല, ഒന്നുമില്ല. അത്തരത്തിൽ മറിഞ്ഞിരുന്നിട്ട് എന്തും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ വാസ്തവമാണെന്ന് നമ്മൾ വിശ്വസിക്കും? അപ്പോൾ അത് മാത്രമാണോ? ആ ഒരു സ്ത്രീയെ ബോഡി ഷേമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അവരെ ഇത്രയധികം ബോഡി ഷേമിങ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ പറയുന്ന ഞാൻ ഈ രേണുസുധിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊന്നും ആരും പറയാൻ വരണ്ട. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യത്തിനെ എതിർത്ത് സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും